കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു വലിയ മാറ്റം ഇപ്പോൾ ദൃശ്യമായിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, മുൻപെങ്ങുമില്ലാത്ത വിധം മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം ഒരു പക വീട്ടലിൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിൽ അപ്രതീക്ഷിതമായൊരു വാർത്ത പെട്ടെന്ന് ഉയർന്നു വന്നു. പ്രധാനമായും കേരളത്തിലെ മുൻനിര വാർത്താ മാധ്യമമായ മനോരമയിൽ വന്ന ഒരു വാർത്ത. ആ വാർത്ത കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു മാധ്യമത്തിനെതിരെ ആയിരുന്നു, റിപ്പോർട്ടർ ചാനലിനെതിരെ. എന്നാൽ അവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തിനെതിരെ വന്നു എന്നുള്ളതല്ല. അതായത് മനോരമ റിപ്പോർട്ടർ ചാനലിനെതിരെ വന്നു എന്നുള്ളതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മാധ്യമത്തെ ഭരണകൂടം തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ജീവിക്കുന്ന ചരിത്രമാണിത്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് റിപ്പോർട്ടർ ടിവിയും അധികാരത്തിൻ്റെ മത്തിൽ കണ്ണുകാണാതായ ഭരണകൂടവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഭരണമാറ്റം സംഭവിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ അധികാരത്തിലേറുകയും വി ഡി സതീശൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തതോടെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള അദൃശ്യമായ ശ്രമങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് പോലെയുള്ള വമ്പൻ ചാനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസും BJPയും ഒരു സംഘം ഓൺലൈൻ മാധ്യമങ്ങളും ചേർന്ന് വലിയൊരു മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ കേരളത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെ വെള്ളപൂശാനും അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ മുളയിലെ നുള്ളിക്കളയാനുമുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആ സിൻഡിക്കേറ്റിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാകാത്ത ഒരേ ഒരു ശബ്ദമായി റിപ്പോർട്ടർ TV മാറുകയായിരുന്നു. ഇടതുപക്ഷ അനുഭാവികളുടെയും സത്യമറിയാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളുടെയും ഉറച്ച പിന്തുണയോടെ പ്രതിസന്ധികളെയും ഭീഷണികളെയും വകഞ്ഞുമാറ്റി റിപ്പോർട്ടർ TV മുന്നോട്ട് പോവുകയായിരുന്നു. ആ കുതിപ്പ് ചെന്നെത്തിയത് കേരളം ഇതുവരെ കേൾക്കാത്ത ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളിലേക്കാണ്. ഇന്ന് അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് മംഗലാപുരത്തേക്ക് നടത്തിയ അതീവ രഹസ്യമായൊരു യാത്രയുണ്ട്. ആ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ആരുമായാണ് അദ്ദേഹം അവിടെ കൂടിക്കാഴ്ച നടത്തിയത്? കേരളത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്ത് ആ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഉരുത്തിരിഞ്ഞത് എന്തൊക്കെ തന്ത്രങ്ങളായിരുന്നു? റിപ്പോർട്ടറുടെ അന്വേഷണം അവിടെ അവസാനിച്ചില്ല. മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം നടത്തിയ ആഡംബരപൂർണ്ണമായ ഹെലികോപ്റ്റർ യാത്രയും ഒരു വലിയ വിവാദം കൊണ്ടുവന്ന കാര്യമായിരുന്നു. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു നിക്ഷേപകൻ്റെ കാര്യമുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിൽ പോയി കണ്ട ഒരു നിക്ഷേപകൻ. ആ പറഞ്ഞത് സത്യമാണോ സത്യമല്ലേ എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ രണ്ട് യാത്രകൾക്ക് പിന്നിലൂടെ സഞ്ചരിക്കാൻ റിപ്പോർട്ടർ TV തീരുമാനിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള ചില നിർണായക വിവരങ്ങളും റിപ്പോർട്ടർ TVക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ വാർത്തയ്ക്കുള്ള മെറ്റീരിയലുകൾ ആയിരുന്നു അത്. ഈ വലിയ വാർത്തയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടർ TV ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരം സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചോർത്തിയതോടെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് വലിയൊരു ഭൂകമ്പം തന്നെയുണ്ടായി. എന്ത് വില കൊടുത്തും ഈ വാർത്തകൾ പുറത്തു വരുന്നത് തടയുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വവും അവരെ പിന്തുണയ്ക്കുന്ന സംഘപരിവാർ ശക്തികളും അവരുടെ സ്വന്തം മാധ്യമ സിൻഡിക്കേറ്റും തിരിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടർ TVയുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണങ്ങൾ. റിപ്പോർട്ടർ TVയെ തകർക്കുക, അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുക, അതിന് നേതൃത്വം നൽകുന്ന ആൻഡോ അഗസ്റ്റിനെ വ്യക്തിഹത്യ ചെയ്യുക എന്ന അജണ്ടയിലേക്കാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. അതിനായി അവർ തിരഞ്ഞെടുത്തത് വളരെ തരംതാണ ചില തന്ത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ഉയർത്തുന്ന ആരോപണം. സർക്കാരിനെതിരെ നിൽക്കുന്ന റിപ്പോർട്ടർ TVയുടെ വായടപ്പിക്കാൻ മുട്ടിൽ മരമുറി കേസ് എന്ന പഴയ ആയുധത്തിന് വീണ്ടും മൂർച്ച കൂട്ടിയവർ രംഗത്തിറക്കി എന്നാണ് പറയുന്നത്. ആൻഡ്രു അഗസ്റ്റിനെയും റിപ്പോർട്ടർ ചാനലിനെയും പ്രതികൂട്ടി നിർത്താൻ ഭരണകൂടം തങ്ങളുടെ അന്വേഷണ ഏജൻസികളെ ചട്ടുകങ്ങളാക്കി മാറ്റിയെന്നും റിപ്പോർട്ടർ TV പ്രതിനിധികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഈ പകപോക്കൽ നടപടികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി റിപ്പോർട്ടർ പുറത്തു വിട്ടതോടെയാണ് ഭരണകൂടം ശരിക്കും വിരളി പിടിച്ചത്. സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച അതേ സമയത്ത് തന്നെയാണ് 139 ഗ്രാം MDMA എന്ന മാരക മയക്കുമരുന്നുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹുസൈൻ പിടിയിലാകുന്നത്.
വെറുമൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായിരുന്നില്ല അയാൾ. സാക്ഷാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ മാനേജർ എന്ന് സ്വയം അവകാശപ്പെടുകയും മുഖ്യമന്ത്രിക്കൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയും ചെയ്യുന്ന വി.ഡി. സതീശൻ്റെ അതീവ വിശ്വസ്തൻ. ഒരു വശത്ത് ലഹരിക്കെതിരെ പോരാടുന്നു എന്ന് വരുത്തി തീർക്കുകയും മറുവശത്ത് ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയെ സ്വന്തം തണലിൽ വളർത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ് റിപ്പോർട്ടർ എന്ന് തുറന്നു കാട്ടിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ലഹരിക്കടത്തുകാരനെ തള്ളിപ്പറയാൻ ശ്രമിച്ചെങ്കിലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും റിപ്പോർട്ടർ ടിവിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടി. ഇയാളുമായുള്ള മുഖ്യമന്ത്രിയുടെ ഉന്നത ബന്ധങ്ങൾ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യം സർക്കാരിൻ്റെ നെഞ്ചിലേക്കാണ് അപ്പോൾ തറഞ്ഞു കയറിയത്. ഈ ലഹരിക്കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും വരാനിരിക്കുന്ന നിക്ഷേപകൻ വാർത്തയുടെ മുനയൊടിക്കാനും വേണ്ടി ഒരുക്കിയ ഏറ്റവും വലിയ നാടകമായിരുന്നു മെസ്സി വിവാദം അഥവാ അർജന്റീന ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട വിവാദം എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റ് ആരോപിക്കുന്നത്. റിപ്പോർട്ടർ ടി വിയുടെ സ്പോർട്സ് മാനേജ്മെൻറ്റും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഉണ്ടാക്കിയ ധാരണാപത്രത്തെക്കുറിച്ച് കള്ളക്കഥകൾ മെനയുകയായിരുന്നു അവർ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരളത്തിലെ കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ റിപ്പോർട്ടർ നടത്തിയ ശ്രമങ്ങളെ തങ്ങളുടെ മാധ്യമ സിൽബന്ധികളെ ഉപയോഗിച്ച് അവർ വളച്ചൊടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും മുൻകാലങ്ങളിൽ അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുള്ള എൻ പ്രശാന്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് ഇങ്ങനെയൊരു കരാർ നിലവിലില്ല എന്ന വ്യാജ റിപ്പോർട്ടുകൾ തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. സർക്കാരിൻ്റെ പക്കൽ പണമടച്ചതിൻ്റെ GST രേഖകൾ ഉൾപ്പെടെ എല്ലാം കൃത്യമായി ഉണ്ടായിരുന്നിട്ടും റിപ്പോർട്ടർ ടി വിയെ കരിവാരി തേക്കാൻ അവർ അതെല്ലാം ബോധപൂർവം മറച്ചുവെച്ചു. ഇങ്ങനെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. പക്ഷേ അവർക്ക് തെറ്റി. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ഇറങ്ങിത്തിരിച്ച ഭരണകൂടത്തിന് റിപ്പോർട്ടർ ടി വി നൽകിയ മറുപടി കേരളത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്നതായിരുന്നു. ഭീഷണികൾക്കും വ്യാജ കേസുകൾക്കും മുന്നിൽ മുട്ടുമടക്കാൻ റിപ്പോർട്ടർ തയ്യാറായില്ല. ചാനൽ മേധാവി തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് ജനങ്ങൾക്ക് മുന്നിലെത്തി. വളരെ വ്യക്തമായ കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾ പിന്നോട്ടില്ല. ഈ ഗൂഢാലോചനകൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം അക്കമിട്ട് നിരത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഓരോ താളുകളും റിപ്പോർട്ടർ ടി വി തത്സമയം ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. കള്ളം പറഞ്ഞ കായിക വകുപ്പിൻ്റെയും അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു അത്. ഒരു വശത്ത് വ്യാജരേഖയില്ല എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് GST അടയ്ക്കാൻ നോട്ടീസ് അയക്കുന്ന ധനകാര്യ വകുപ്പിൻ്റെ ഇരട്ടത്താപ്പും റിപ്പോർട്ടർ പൊളിച്ചടുക്കി. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുങ്ങിയിറങ്ങിയ റിപ്പോർട്ടർ ടി വി തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി നൽകാൻ തുടങ്ങുന്നതേയുള്ളൂ എന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് കനത്ത പോലീസ് കാവലിൽ അദ്ദേഹം ഒളിച്ചോടുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥനായ ഒരു ഭരണാധികാരി ഭയന്ന് വിറയ്ക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എം ലീലാവതി ടീച്ചറുടെ പുസ്തക പ്രകാശന ചടങ്ങിന് വന്ന് ഒരക്ഷരം മിണ്ടാതെ മാധ്യമങ്ങളെ ഭയന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ ആ മൗനം വിളിച്ചു പറയുന്നത് വലിയ ചില കുറ്റസമ്മതങ്ങളാണ്. ഈ വാർത്തയും റിപ്പോർട്ടർ ചാനൽ ഇന്ന് പുറത്തുവിട്ടു. പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ട ആ രഹസ്യ നിക്ഷേപകൻ ആര്? ലഹരിക്കടത്ത് പ്രതിയായ മുഹമ്മദ് ഹുസൈനുമായി മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? മംഗലാപുരം യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടി വി ഉത്തരം നൽകാൻ പോവുകയാണ്. 2 ദിവസങ്ങൾ, വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന് റിപ്പോർട്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ IT സെല്ലും ചേർന്ന് ഇത്രയും കാലം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച UDFനെയും ഭരണകൂടത്തെയും ഒരുപക്ഷെ വൻ പ്രതിസന്ധിയിലാക്കുന്ന വലിയ വാർത്തകളുടെ ഒരു പരമ്പര തന്നെ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേശീയതലത്തിലും മറ്റും മാധ്യമങ്ങൾ തമ്മിൽ ഒട്ടനവധി മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള യാതൊന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിരുന്നില്ല. അതിനും മാറ്റം വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ കയറിയത് മുതൽ റിപ്പോർട്ടർ ടി വിക്ക് ഒരു വലിയ പണി കൊടുക്കണമെന്ന് നിരവധി ആവശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ UDF പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആദ്യ പ്രവർത്തനം അവർ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതിന് തുടക്കമിട്ടത് മറ്റൊരു മാധ്യമമാണെന്നുള്ള വിചിത്രമായ ഒരു സംഗതിയും അവിടെ കാണാൻ കഴിഞ്ഞു. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, കൊടുക്കുന്നത് തിരിച്ചു കൊടുക്കുന്ന ഒരു ശീലം മലയാളികൾക്കുള്ളത് കൊണ്ട് തീർച്ചയായും ഇനിയങ്ങോട്ട് കൊടുക്കലും വാങ്ങലുകളും നമുക്ക് ഒത്തിരി കാണാൻ കഴിയും.